ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ട്രേഡിങ്ങിന്റെ ടാക്സ് ലാബ് കൂട്ടാനായിട്ട് പോകുന്നു എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. TDSും ഇവർ പിടിക്കാനായിട്ട് പോകുന്നു. അഡ്വാൻറ്റേജസ് എല്ലാം നമുക്ക് ഇവിടെ ഒന്നും തന്നെ കിട്ടാനായിട്ട് പോകുന്നില്ല. 30% ടാക്സ് നമ്മൾ ഇനി പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. Hey all, this is me Aaron here, your coach, your mentor, your trainer in trading. അപ്പോൾ ഇനി വരാൻ പോകുന്ന ബഡ്ജറ്റിൽ ഗവൺമെന്റ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ട്രേഡിങ്ങിന്റെ ടാക്സ് ലാബ് കൂട്ടാനായിട്ട് പോകുന്നു എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ഇത് അത്രയ്ക്ക് ഉറപ്പായിട്ടുള്ള കാര്യമല്ല, ബട്ട് എന്നാൽ കുറേയധികം ന്യൂസസും കുറേയധികം സോഴ്സസും പറയുന്നുണ്ട് ഇത് നേരെ കൂട്ടാനായിട്ട് പോവുക എന്നുള്ളത്. ഓൾമോസ്റ്റ് 30% ടാക്സ് കൂട്ടാനായിട്ട് ഇവർ പ്ലാൻ ചെയ്യുന്നത്. അതായത് പ്രോഫിറ്റ് ഗെയിനിൽ നിന്ന് 30% ആണ് ടാക്സ് ഗെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതിനോടൊപ്പം തന്നെ TDSും ഇവർ പിടിക്കാനായിട്ട് പോകുന്നു. ഇത് ക്യാച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ടാക്സ് ലാബ് വരികയാണെങ്കിൽ നമ്മളെ അത് എത്രത്തോളം അഫക്റ്റ് ചെയ്യുമില്ല, എന്തിനാണ് ഗവൺമെന്റ് ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് ഇൻ ഡെപ്ത് നോക്കി നോക്കാം. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിന്റെ കറണ്ട് ഇൻകം പൊക്കോണ്ടിരിക്കുന്നത് നോൺ സ്പെക്കുലേറ്റീവ് ഇൻകം എന്ന രീതിയിലാണ്. അതായത് ബിസിനസ് ഇൻകം എന്ന രീതിയിൽ തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷേ ഇനി അത് മുതൽ സ്പെക്കുലേറ്റീവ് ഇൻകം എന്ന രീതിയിലോട്ട് പോകും. ഈ സ്പെക്കുലേറ്റീവ് ഇൻകം എന്ന രീതി പോകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ബിസിനസ് ഇൻകത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന അഡ്വാൻറ്റേജസ് എല്ലാം നമുക്ക് ഇവിടെ ഒന്നും തന്നെ കിട്ടാനായിട്ട് പോകുന്നില്ല. നമ്മുടെ എക്സ്പെൻസ് എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് 30% ടാക്സ് നമ്മൾ ഇനി പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഡെഫിനറ്റ്ലി ഇത് കൂടുതൽ അഫക്ട് ചെയ്യാൻ പോകുന്നത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡേഴ്സിനെ തന്നെയാണ് തീർച്ചയായിട്ടും. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ഒരു ട്രേഡർ ആണ് എന്നുണ്ടെങ്കിൽ, അതായത് ഒരു 4 വർഷത്തേക്ക് നിങ്ങൾ ലോസസ് തന്നെയാണ് കണ്ടിന്യൂസ്ലി മേക്ക് ചെയ്യുന്നത്. 5ാമത്തെ വർഷം നമ്മൾ പ്രോഫിറ്റ് ഗെയിൻ ചെയ്താൽ കൂടി ആദ്യത്തെ വർഷത്തെ ലോസ് നമുക്ക് ഇതിനകത്ത് ടാലിയപ്പ് ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട്, ടാക്സ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കില്ല. 4 വർഷമായിട്ട് നോർമലി റെഡ്യൂസ് ചെയ്ത് വെച്ചേക്കുകയാണ്. ബട്ട് അതേസമയം നോൺ സ്പെക്കുലേറ്റീവ് ഇൻകം ആയിരുന്നെങ്കിൽ 8 വർഷം വരെ നമുക്ക് ഇതിൻ്റെ ലോസ് നമുക്ക് യൂസ് ചെയ്ത് ടാക്സസിൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചേനെ. ഇതിനോടൊപ്പം തന്നെ TDSും ഗവൺമെന്റ് ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓൾമോസ്റ്റ് കറന്റ് ക്രിപ്റ്റോ മാർക്കറ്റിൽ ഓൾമോസ്റ്റ് 1% ആണ് നമ്മൾ TDS ആയിട്ട് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതായത് ഇതൊരു ഗവൺമെന്റ് ട്രാൻസ്പെറൻസി കിട്ടുന്നുണ്ട്, എത്രത്തോളം ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്, എത്രത്തോളം പാർട്ടിസിപ്പൻസ് നടക്കുന്നുണ്ട്, ഇല്ലേ പാർട്ടിസിപ്പേഷൻ നടക്കുന്നുണ്ട് എന്നത് ഗവൺമെന്റ് മനസ്സിലാകും. പക്ഷേ എന്നാൽ ഇതിൻ്റെ റിയാലിറ്റി, അതായത് ഒരു HNIs ആകാം, ഇല്ലേ ബ്രോക്കേഴ്സ് ആകാം, ലൈക്ക് ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ്, ഒരു 2 to 3% പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാം എന്ന രീതിയിൽ നിൽക്കുന്നവരെ 1% TDS വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഇത് അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഗവൺമെന്റ് മെയിൻലി പറയുന്നത് ഈ ഒരു F&Oയിലോട്ട് വരുന്ന ആൾക്കാരുടെ, അതായത് ഈ അഗ്രസീവായിട്ട് ഒന്നും തന്നെ അറിയാതെ വന്ന് കൂടുതൽ ലോസസ് ഉണ്ടാക്കുന്നുണ്ട് ആൾക്കാർ. സോ അത് റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ടാക്സ് ലാബ് വരുന്നത് എന്ന് ഗവൺമെന്റ് പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ ഇതിൻ്റെ റിയാലിറ്റി നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുകയും, ഒരു ബിഗിനർ ഇല്ലേ, ഒരു ട്രേഡർ F&Oയിലോട്ട് വരുമ്പോഴത്തേക്ക് മെയിൻലി എന്തായിരിക്കും ഇവർ ഫോക്കസ് ചെയ്യുക? ഒരു 50,000 1 ലക്ഷമോ എന്ത് തന്നെ വേണമെങ്കിലും ക്യാപിറ്റൽ ആയിക്കോട്ടെ. ഇതുകൊണ്ട് ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത് ലെറ്റ്സ് ഒരു 50% പ്രോഫിറ്റ് ഉണ്ടാക്കാം, 10% പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്ന രീതിയിലൊക്കെയാണ് വരുന്നത്. അപ്പോഴത്തേക്ക് ഇവർ ഇതൊന്നും നോക്കത്തില്ല. ഫസ്റ്റ് ഇവരുടെ പ്രോഫിറ്റ് വ്യൂ എന്ന് പറയുന്നത് പ്രോഫിറ്റിലോട്ടാണ്. 10x ഉണ്ടാക്കാം, 5x ഉണ്ടാക്കാം, 3x ഉണ്ടാക്കാം എന്ന രീതിയിലാണ്. അപ്പോൾ ഇവർ ഈ 30% ടാക്സിനെ പറ്റി നോക്കുമോ? രണ്ടാമതേ ഇവർ ടാക്സിനെ പറ്റി തിങ്ക് ചെയ്യത്തുള്ളൂ. ഫസ്റ്റ് ഇപ്പോഴും എല്ലാവരുടെയും ഫോക്കസ് പ്രോഫിറ്റിൽ തന്നെ ആയിരിക്കും. രണ്ടാമത് സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 10 to 20% അല്ലെങ്കിൽ ഒരു 50% പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ പറയുമ്പോൾ പൊക്കോട്ടെ അത്രയല്ലേ ഉള്ളൂ എന്ന ചിന്തയും വരാനായിട്ട് ചാൻസസ് വളരെ നല്ലതായിട്ടുണ്ട്. അപ്പം പിന്നെ ഗവൺമെന്റ് ഈ പറയുന്നത് കൂടുതൽ ആൾക്കാർ വരുന്നതിനെ തടയാനാണ് എന്ന് പറയുന്നതിന് ചാൻസ് എന്താ ഉള്ളത്? ഇത് എൻ്റെ ഒരു വ്യൂ മാത്രമാണ്. മൈറ്റ് ബി ഗവൺമെന്റ് കൂടുതൽ ടാക്സ് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ടാണ് ഇതിൽ നിന്ന് പ്ലാൻ ചെയ്യുന്നെങ്കിലോ, ഗവൺമെന്റ് നല്ല റിട്ടേൺസ് ഉണ്ട്, എസ്പെഷ്യലി സെബി, എക്സ്ചേഞ്ച്. നിങ്ങളൊന്ന് നോക്കിയാൽ മതി, നിങ്ങൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ചാർജസ് എന്ന രീതിയിൽ എത്രത്തോളം എമൗണ്ട് ആണ് പോകുന്നത് എന്നുള്ളത്. ഓൾമോസ്റ്റ് 15% മുതൽ 50% വരെയാണ് നമുക്ക് ഇതുപോലത്തെ ചാർജസ് എന്ന രീതിയിൽ പോകുന്നത്. നിങ്ങളൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കയ്യിൽ നിന്ന് അറിയാതെ സ്ലീപ്പിംഗ് പാർട്ണർ എന്ന രീതിയിൽ ഗവൺമെന്റ് നല്ല രീതിയിൽ ചാർജസ് ക്യാച്ച് ചെയ്യുന്നുണ്ട്. ഈ ചാർജസ് കൂടുതൽ ക്യാച്ച് ചെയ്യാൻ പറ്റും ഈ ഒരു ടാക്സ് ലാബ് വരികയാണെങ്കിൽ. സോ ഞാൻ ബിലീവ് ചെയ്യുന്നില്ല കൂടുതൽ ആൾക്കാർ ഇതിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ഈ ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ടെന്നുള്ളത്. കൂടുതൽ ആൾക്കാർ വരികയും കൂടുതൽ ടാക്സ് എക്സ്ട്രാക്ട് ചെയ്ത് കൂടുതൽ പ്രോഫിറ്റബിൾ ആകാനുമായിരിക്കാം ഗവൺമെന്റ് ഈ ഒരു ടാക്സ് ലാബ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളൊരു കാര്യം തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ട്രേഡിംഗ് മാർക്കറ്റിലോട്ട് വന്നില്ല. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ മെയിൻ റീസൺ എന്താണ്?
ഹെഡ്ജിങ് പർപ്പസിന് വേണ്ടി തന്നെയാണ്. ആരും ഇതിപ്പം അങ്ങനെ വലിയ രീതിയിൽ ഹെഡ്ജിങ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് എന്നാൽ ഇനി ഗവൺമെന്റ് ഈ ഒരു ടാക്സ് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഹെഡ്ജിങ് പർപ്പസിന് ഉണ്ടായിരുന്ന അഡ്വാൻറ്റേജസ് എല്ലാം മാറ്റിക്കളയും. സോ ഐ ഡോണ്ട് തിങ്ക് സോ ഈ ഒരു ടാക്സ് സ്ലാബ് അത്രയ്ക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ഗവൺമെൻറ് ആ ഒരു ഇനിഷ്യേറ്റീവിൽ നിന്നുള്ളത്. നമുക്കറിയില്ല. വെറും മറ്റൊരു റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും കൺഫേം ആയിട്ടില്ല ഈ ഒരു ടാക്സ് സ്ലാബ് വരും എന്നുള്ളത്. സൂൺ നമുക്ക് നോക്കാം ഈ ഒരു അടുത്ത ബഡ്ജറ്റിൽ ഇത് എത്രത്തോളം ഇംപ്ലിമെന്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആക്കി ഇടുക. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ 3:30 വരെ നമ്മൾ ലൈവ് മാർക്കറ്റിൽ ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ്, അൺഫോളോ ഫോർ മോർ വീഡിയോസ്.